PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിന് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സിലബസിൽ നിന്നും ബാങ്കിങ്ങിലെ മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റ്സ്, മെർജിംഗ് ഓഫ് അസോസിയേറ്റ് ബാങ്ക്സ് വിത്ത് SBI, സോഷ്യൽ കൺട്രോൾ, നാഷണലൈസേഷൻ ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്, ലീഡ് ബാങ്ക് സ്കീം, സർവീസ് ഏരിയ അപ്രോച്ച്, ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്. ഇതൊക്കെയാണ് ഈ മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇതിൽ നിന്നുണ്ടാവുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് നാഷണലൈസ്ഡ് ഓൺ 1st January 1955 ആൻഡ് റീനെയിംഡ് ആസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. Statement 2, in 1959 the government passed the SBI Subsidiary Banks Act which made 8 state banks as associates of SBI. ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് ശരി എന്നാണ് പറയേണ്ടത്. ഓപ്ഷൻസ്, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്, only statement 1 is true, only statement 2 is true, both statements are incorrect. നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് നാഷണലൈസ്ഡ് ഓൺ 1st January 1955 ആൻഡ് റീനെയിംഡ് ആസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ശരിയാണോ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹിസ്റ്ററി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രസിഡൻസി ബാങ്കുകൾ അമാൽഗമേറ്റ് ചെയ്ത് 1921 ജനുവരി 27 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. 1955 ജൂലൈ 1 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്യുകയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായി മാറുകയും ചെയ്തു. ഇതിന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അല്ലെങ്കിൽ ഗോർവാല കമ്മിറ്റി. ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം എന്താണ്? 1st January അല്ല, 1st July ആണ്. അത് പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല, നല്ലോണം ശ്രദ്ധിച്ച് നോക്കണം. 1955 ജൂലൈ 1 SBI നിലവിൽ വരുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻ 1959 the government passed SBI Subsidiary Bank Act which made 8 state banks as associates of SBI. ശരിയാണ്. SBI സബ്സിഡിയറി ബാങ്ക് ആക്ട് നിലവിൽ വന്ന വർഷം 1959. അതോടുകൂടി 8 സ്റ്റേറ്റ് ബാങ്കുകൾ SBIയുടെ അസോസിയേറ്റ് ബാങ്കുകളായി മാറി. ഏതൊക്കെയാണ് ആ 8 ബാങ്കുകൾ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ. ഇങ്ങനെ 8 സ്റ്റേറ്റ് ബാങ്കുകൾ SBIയുടെ അസോസിയേറ്റ് ബാങ്കുകളായി മാറിയത് 1959 SBI സബ്സിഡിയറി ബാങ്ക്സ് ആക്ട് പ്രകാരമാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ സി ആണ് ഉത്തരം. only statement 2 is true. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ ട്രൂ? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക് ഇൻ ഇന്ത്യ ഈസ് പ്രഥമ ബാങ്ക് സ്പോൺസേഡ് ബൈ പഞ്ചാബ് നാഷണൽ ബാങ്ക്. സ്റ്റേറ്റ്മെൻറ്റ് 2, സർവീസ് ഏരിയ അപ്രോച്ച് ലോഞ്ച്ഡ് ബൈ RBI ഇൻ April 1989. Statement 3, RRBs are Indian scheduled commercial banks operating at a regional level in different states of India. 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ശരിയെന്നാണ് പറയേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് RRB ഇൻ ഇന്ത്യ ഈസ് പ്രഥമ ബാങ്ക് സ്പോൺസേഡ് ബൈ പഞ്ചാബ് നാഷണൽ ബാങ്ക്. ശരിയാണോ? തെറ്റാണ്. കാരണം ഫസ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക് പ്രഥമ ബാങ്ക് തന്നെയാണ്. ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ നിലവിൽ വന്ന പ്രഥമ ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ റൂറൽ ബാങ്ക് അല്ലെങ്കിൽ RRB. പക്ഷേ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സിൻഡിക്കേറ്റ് ബാങ്കാണ്. ഓരോ RRBസിനും ഒരു സ്പോൺസറിങ് ബാങ്ക് ഉണ്ടായിരിക്കും. പ്രഥമ ബാങ്കിൻ്റെ സ്പോൺസറിങ് ബാങ്ക് ആരാണ്? സിൻഡിക്കേറ്റ് ബാങ്കാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തേത്, സർവീസ് ഏരിയ അപ്രോച്ച് ലോഞ്ച്ഡ് ബൈ RBI ഇൻ April 1989. ശരിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1969 RBI ലീഡ് ബാങ്ക് സ്കീം കൊണ്ടുവന്നത്. 1989 RBI സർവീസ് ഏരിയ അപ്രോച്ച് ലോഞ്ച് ചെയ്തത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മൂന്നാമത്തേത്, റീജിയണൽ റൂറൽ ബാങ്ക്സ് ആർ ഇന്ത്യൻ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ഓപ്പറേറ്റിംഗ് അറ്റ് എ റീജിയണൽ ലെവൽ ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ.
ശരിയാണ്. റീജിയണൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്ന വർഷം 1975. RRB ആക്ട് വന്നത് 1976. റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. അപ്പോൾ RRB മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകളാണ് പിക്ക് ചെയ്യേണ്ടത്. ഓപ്ഷൻസ് only 1, 2 and 3, 1 and 2, 1, 2 and 3. 2ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്, നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1, DRI സ്കീം ഈസ് ഫോർമുലേറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് RK ഹസാരി കമ്മിറ്റി. സ്റ്റേറ്റ്മെൻറ്റ് 2, ലീഡ് ബാങ്ക് സ്കീം റെക്കമെൻഡഡ് ബോത്ത് ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പ് ആൻഡ് നരിമാൻ കമ്മിറ്റി. സ്റ്റേറ്റ്മെൻറ്റ് 3, കേരള ഗ്രാമീൺ ബാങ്ക് ഈസ് ദ ലാർജസ്റ്റ് RRB ഇൻ ഇന്ത്യ. 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ? ഏതൊക്കെയാണ് ശരിയെന്ന് പറയണം. സ്റ്റേറ്റ്മെൻറ്റ് 1, DRI സ്കീം ഈസ് ഫോർമുലേറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് RK ഹസാരി കമ്മിറ്റി. ശരിയാണ്. DRI സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം. ഇത് ഫോർമുലേറ്റ് ചെയ്തത് ഇന്ത്യ ഗവൺമെൻറ് ആണ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് RK ഹസാരി കമ്മിറ്റി. ശരിയായ പ്രസ്താവനയാണ്. ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം വന്നത് 1972 മാർച്ചിലാണ്. DRI സ്കീമിനെയാണ് DRI ലോൺ എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ കൊടുക്കുന്ന പദ്ധതിയാണ്. കൺസെഷണൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4%. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2, ലീഡ് ബാങ്ക് സ്കീം റെക്കമെൻഡഡ് ബോത്ത് ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പ് ആൻഡ് നരിമാൻ കമ്മിറ്റി. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ലീഡ് ബാങ്ക് സ്കീമിനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പും നരിമാൻ കമ്മിറ്റിയുമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കേരള ഗ്രാമീൺ ബാങ്ക് ഈസ് ദ ലാർജസ്റ്റ് RRB ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ റീജിയണൽ റൂറൽ ബാങ്കുകളിൽ ഏറ്റവും വലുതാണ് കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്കിനെ സ്പോൺസറിങ് ചെയ്യുന്ന ആരാണ്? കാനറ ബാങ്കാണ്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ സ്പോൺസറിങ് ബാങ്കാണ് കാനറ ബാങ്ക്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓപ്ഷൻസ് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്. ബി സ്റ്റേറ്റ്മെൻറ്റ് 2 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 3 ആർ കറക്റ്റ്. സി സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 3 ആർ കറക്റ്റ്. ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഏതാണ് ശരി? എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി, ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. അടുത്ത ചോദ്യം, 2 സ്റ്റേറ്റ്മെൻറ്റുകൾ. സ്റ്റേറ്റ്മെൻറ്റ് 1, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക്സ് ഈസ് ടു പ്രൊവൈഡ് മോർ ബാങ്ക് ക്രെഡിറ്റ് ടു ദ പ്രയോറിറ്റി സെക്ടേഴ്സ് ലൈക്ക് അഗ്രികൾച്ചർ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് എക്സ്പോർട്സ്. Statement 2, 19th July 1969, government announced the nationalization of 14 major Indian scheduled banks with deposits of rupees 200 crore. ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് ശരിയെന്ന് പറയണം. നോക്കാം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക്സ് ഈസ് ടു പ്രൊവൈഡ് മോർ ബാങ്ക് ക്രെഡിറ്റ് ടു ദ പ്രയോറിറ്റി സെക്ടേഴ്സ് ലൈക്ക് അഗ്രികൾച്ചർ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് എക്സ്പോർട്സ്. ശരിയാണ്. സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരുന്നതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ത് തന്നെയാണ്? പ്രയോറിറ്റി സെക്ടറിന് കൂടുതൽ ബാങ്ക് ക്രെഡിറ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. പ്രയോറിറ്റി സെക്ടറിൽ വരുന്നതാണ് അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, എക്സ്പോർട്സ് ഒക്കെ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 19th July 1969, ഗവൺമെൻറ് അനൗൺസ്ഡ് ദ നാഷണലൈസേഷൻ ഓഫ് 14 മേജർ ഇന്ത്യൻ ഷെഡ്യൂൾഡ് ബാങ്ക്സ് വിത്ത് ഡെപ്പോസിറ്റ്സ് ഓഫ് rupees 200 crore. ശരിയാണോ? തെറ്റാണ്. കാരണം 2 ബാങ്ക് നാഷണലൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1969 ജൂലൈ 19 ഫസ്റ്റ് ബാങ്ക് നാഷണലൈസേഷൻ. ഇതിൽ 50 കോടിക്ക് മുകളിൽ ഡെപ്പോസിറ്റുള്ള 14 മേജർ ബാങ്കുകളെയാണ് നാഷണലൈസ് ചെയ്തത്. രണ്ടാമത്തെ ബാങ്ക് നാഷണലൈസേഷൻ നടക്കുന്നത് 1980 ഇതിൽ 200 കോടിക്ക് മുകളിൽ ഡെപ്പോസിറ്റുകൾ ഉള്ള 6 ബാങ്കുകളെ കൂടി നാഷണലൈസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ബാങ്ക് നാഷണലൈസേഷനിൽ 50 കോടിക്ക് മുകളിലുള്ള ബാങ്കുകളെയാണ് നാഷണലൈസ് ചെയ്തത്. അതാണ് മിസ്റ്റേക്ക്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് 2 റോങ് ആണ്. ഓപ്ഷൻസ് നോക്കാം. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ഇൻകറക്റ്റ്. Statement 1 is correct and statement 2 is incorrect. Statement 1 is incorrect and statement 2 is correct. ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 is correct and statement 2 is incorrect. ഇനി ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ്. 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഓർഗനൈസ്ഡ് ബാങ്കിങ് ഇൻ ഇന്ത്യ ഫസ്റ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ.
Statement 2. The Imperial Bank of India was formed by merging the three presidential banks. Analyze these statements and choose the correct answer. ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ അനലൈസ് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ ഏതാണെന്ന് പറയണം. ഓപ്ഷൻസ്: ബോത്ത് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്, ബോത്ത് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റോങ്, only statement first is correct, only statement second is correct. നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: ഓർഗനൈസ്ഡ് ബാങ്കിങ് ഇൻ ഇന്ത്യ ഫസ്റ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ശരിയാണോ? തെറ്റാണ്. കാരണം ഓർഗനൈസ്ഡ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? RBIയുടെ ലൈസൻസോടുകൂടി ബാങ്കുകൾ പ്രവർത്തിക്കുന്ന സിസ്റ്റമാണ് ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം. ഓർഗനൈസ്ഡ് ബാങ്കുകൾ എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകളിൽ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറഞ്ഞാൽ RBIയുടെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നവയാണ്. കോപ്പറേറ്റീവ് ബാങ്കുകളാണ് RBIയുടെ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്നവ. കൊമേഴ്സ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്, ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, ലോക്കൽ ഏരിയ ബാങ്ക്സ്, പേയ്മെൻറ്റ് ബാങ്ക്സ്, ഇതെല്ലാം ഓർഗനൈസ്ഡ് ബാങ്കുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ RBIയുടെ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് ഓർഗനൈസ്ഡ് ബാങ്കുകൾ. RBI നിലവിൽ വന്നത് തന്നെ 1935 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എപ്പോഴാണ് ഫോം ചെയ്തത്? 1921. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തേത്: ദ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ബൈ മെർജിങ് ദ ത്രീ പ്രസിഡൻഷ്യൽ ബാങ്ക്സ്. ശരിയാണ്. 3 പ്രസിഡൻസി ബാങ്കുകൾ, അതായത് ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് മദ്രാസ്, ഈ 3 ബാങ്കുകളെയാണ് പ്രസിഡൻസി ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇത് 3ഉം അമാൽഗമേറ്റ് ചെയ്തിട്ടാണ് 1921 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓപ്ഷൻസ് നോക്കിയാൽ both these statements are correct, both these statements are wrong, only statement 1 is correct, only statement 2 is correct. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. only statement 2 is correct. അടുത്ത ചോദ്യം: ഹൗ മെനി ബാങ്ക്സ് വെയർ നാഷണലൈസ്ഡ് ഇൻ ദ ഇയർ 1980? 14, 8, 7, 6. നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. 1969 ഫസ്റ്റ് നാഷണലൈസേഷൻ, അതിൽ 14 ബാങ്കുകളെയാണ് നാഷണലൈസ് ചെയ്തത്. 1980 സെക്കൻഡ് നാഷണലൈസേഷൻ, അതിൽ 6 ബാങ്കുകളെ കൂടി നാഷണലൈസ് ചെയ്തു. അപ്പം 1980 എത്ര ബാങ്കുകളെയാണ് നാഷണലൈസ് ചെയ്തത്? ഓപ്ഷൻ ഡി 6. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം: ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലീഡ് ബാങ്ക് സ്കീം ഈസ് ടു ഐഡൻറ്റിഫൈ അൺബാങ്ക്ഡ് ആൻഡ് അണ്ടർ ബാങ്ക്ഡ് റീജിയൻസ് ഇൻ എ ഡിസ്ട്രിക്റ്റ്. ഇത് അസേഷനാണ്. റീസൺ: ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻഷുർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ലീഡ് ബാങ്ക് സ്കീമിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഏറ്റവും താഴേക്കിടയിലുള്ളവർക്ക് കൂടി ബാങ്കിങ് സർവീസ് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഉറപ്പുവരുത്തുന്നു എന്നാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റാണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ സർവീസിൻ്റെ അവൈലബിലിറ്റി പുവർ പീപ്പിളിലേക്ക്, അർബൻ ഏരിയാസിൽ മാത്രമല്ല റിമോട്ട് ഏരിയാസ് പോലെയുള്ള വില്ലേജുകളിൽ കൂടി പാവപ്പെട്ടവരുടെ ഇടയിൽ ഫിനാൻഷ്യൽ സർവീസ് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ലക്ഷ്യം. ഇവിടെ തന്നിരിക്കുന്നു: ഫ്രം ദ എബവ് അസേഷൻ ആൻഡ് റീസണിങ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ഓപ്ഷൻ എ: ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓപ്ഷൻ ബി: ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. സി: അസേഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്. ഡി: അസേഷൻ ഈസ് ഫാൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. ഏതാണ് ആപ്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്. ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. മുകളിൽ തന്നിരിക്കുന്ന അസേഷനും റീസണും എല്ലാം കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ: മാച്ച് ദ ഇക്വിറ്റി പ്രൊപ്പോർഷൻ ഓഫ് RRBs. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, സ്പോൺസർ ബാങ്ക്. ഓപ്പോസിറ്റ് സൈഡിൽ 35%, 50%, 15%. അതായത് റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്കുള്ള ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് 50%, സ്റ്റേറ്റ് ഗവൺമെൻറ് 15%, സ്പോൺസറിംഗ് ബാങ്ക് 35%. ഇവിടെ ഏതാണ് മാച്ച് ആവുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1 ബി, 2 സി, 3 എ. അടുത്ത ചോദ്യം: വാട്ട് ഈസ് ദ സ്പോൺസർ ബാങ്ക് ഷെയർ ഇൻ റീജിയണൽ റൂറൽ ബാങ്ക്? വാട്ട് ഈസ് ദ സ്പോൺസർ ബാങ്ക് ഷെയർ ഇൻ റീജിയണൽ റൂറൽ ബാങ്ക്? ഓപ്ഷൻസ്: 75%, 35%,
25%, 15%. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഒരേ ചോദ്യം തന്നെയാണ്, ഒരേ ടോപ്പിക്കിൽ നിന്ന് 2 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. റീജിയണൽ റൂറൽ ബാങ്കിന് സ്പോൺസറിംഗ് ബാങ്കിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 35%. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബാങ്കിങ് 3ാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിക്കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.